പണിയൊക്കെ കഴിഞ്ഞ് ഇനി അടുക്കളയും കൂടി വിളിച്ചാലോ. അമ്മ ഒരു കാര്യം പറയണ്ട. എന്നാ വേം പറ. എന്താ അപ്പുറത്തെ വീട്ടിലെ സുജാതാൻ്റെ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്? ചിക്കൻ കറിയുടെ മണ്ണടിച്ചിട്ട് തന്നെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എൻ്റെ ചിക്കൻ കറി പോയേ. എൻ്റെ ചിക്കൻ കറി അമ്മയുടെ ചിക്കൻ കറി മാത്രമാണോ? അപ്പം എൻ്റെ ചിക്കൻ കറിയോ? എനിക്കെടുത്തൊരു ചിക്കൻ കറിയല്ല, ഞാൻ കഷ്ടപ്പെട്ട് പോയി വാങ്ങിച്ച ചിക്കൻ. എന്താടി കൂവാണ്ടിരിക്കും. ഞാനിന്ന് എൻ്റെ പുതിയ ഷാൾ കാണിച്ച് അവൾ കൊത്തുപ്പിക്കും. കുറേ നാളായി അവളെൻ്റെ പുതിയ ഷാളെന്നും പറഞ്ഞിട്ട് നടക്കുന്നു. അവളെന്ന് ഞാൻ പുതിയ ഷാൾ കാണിക്കും. അവരുടെ ഈ അടുക്കളയിൽ ഞാൻ എന്ത് ചെയ്യും? അടുക്കള ആരും വന്ന് ക്ലീൻ ചെയ്ത് തരില്ല. അമ്മ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യണം. അമ്മേൻ്റെ ചിക്കൻ കറി എന്ത് ചെയ്യും? അമ്മ കുറച്ച് ടേസ്റ്റ് നോക്കാൻ എന്താ ഇപ്പോഴേ ടേസ്റ്റ് നോക്കാൻ കിട്ടുള്ളൂ. ആ തള്ള വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല. നല്ല ടേസ്റ്റുള്ള കറി. ആ തളഞ്ഞ് വന്ന് വെട്ടി വീഴുന്നു. എൻ്റെ ഷാളിൽ നിന്ന് തൊട്ടിട്ട് സോറി അമ്മ, സോറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൈ നക്കി തുടയ്ക്കാൻ തോന്നണം. അങ്ങനെ അടുക്കള ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ചിക്കൻ കറി ഇറക്കി വെച്ചു. നിൻ്റെ ചിക്കൻ കറി പോയതിനൊരു പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ വന്ന കയറിയിരിക്കും സുജാത, കയറിയിരിക്കും. അവൾ ഇതിനെ കുറ്റം പറയാൻ നിൽക്കും. കയറിയിരിക്കും. തുടച്ചിട്ടില്ല സാധനം. ഞാൻ എന്നോട് തുടയ്ക്കാൻ പറഞ്ഞില്ല, എന്നിട്ട് നീ തുടച്ചില്ലല്ലേ? തുടച്ചാൻ പറഞ്ഞിട്ട് അത് കയറിയിരിക്കും സുജാത. ബിക്കോസ് സാറിനെ കുറച്ചായിരിക്കും അടുത്ത് വെള്ളം മറ്റൊരു മറിച്ചോട്ടനൊക്കെ. നല്ല ചിക്കൻ കറിയുടെ സ്മെല്ലടിച്ചിട്ടാണ് ഞാൻ വന്നത്. ചിക്കൻ കറിയാണോ ഇനി സോയാബീൻ കറിയാണോ എന്ന് കണ്ടിരുന്ന് കാണാം. സോയാബീൻ കറിയാണെങ്കിൽ ഒരു സോയാബീൻ എടുത്തിട്ട് ഞാൻ വിടുന്നു. ഞാൻ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ സാമ്പിൾ വല്ലതും കണ്ടാലോ, സോയാബീനാണോ ചിക്കനാണോ എന്നറിയാലോ. എന്തായാലും പോവുക. സുജാത എവിടെ? മോളെ സുജാതനെ കണ്ട? എനിക്കൊന്നും അറിഞ്ഞൂടാ തള്ള അവിടെ പോയത്. സുജാതനെ കാണാൻ. സുജാതേ നീ എവിടെ പോയിരിക്കുന്ന? ഞാനേ ജസ്റ്റ് വെള്ളം കുടിക്കാൻ പോയതാ. കഴിക്കാനിരിക്കാനായിരുന്നല്ലോ. നല്ല ചിക്കൻ കറി. ഇപ്പോഴേ വായിന്ന് വെള്ളം തരുന്നത്. മോള് കഴിച്ചാലും ഞാൻ കൊടുക്കൂല. എനിക്കുള്ള ചിക്കൻ കറി അത്. നീ കൈ കഴുകിയാ സുജാത? ഈ തള്ളക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ കൈ കഴുകിയിട്ട് വരാം. ഓക്കെ. നല്ല ചിക്കൻ കറി. അപ്പം ഒരപ്പം ഞാൻ ബാക്കി വെച്ചു. മതിയായി. ഒരപ്പെങ്കിലും ആ തള്ള ബാക്കി വെച്ചല്ലോ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും തിന്നാണ്ട് വിശപ്പ് മാറുന്നില്ലേ? പഴം ആരും കണ്ടില്ലല്ലോ. അങ്ങനെ ആയിരുന്ന. എന്നാൽ ഞാൻ പോവാടി. ശരി. കള്ളപ്പന്നി പോയി.